Hello students, welcome to Litloom, A Very Old Man with Enormous Wings by Gabriel Garcia Marquez. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ് മലയാളത്തിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കുട്ടികൾ ഈ വീഡിയോ കാണണം, നന്നായിട്ട് പഠിക്കണം. അപ്പം നിങ്ങളുടെ യൂണിറ്റ് 1 അതിൻ്റെ ടൈറ്റിൽ ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ്. അപ്പം അതിനകത്ത് ദ ലിറ്റിൽ പ്രിൻസ് അതൊരു നോവലയാണ്, ഒരു ഫ്രഞ്ച് റൈറ്ററിൻ്റെ ഒരു നോവലയാണ്. നോവല എന്ന് പറഞ്ഞാൽ എന്താണ്, നോവലിൻ്റെ അത്രയും വലുതുമല്ല, എന്നാൽ ഷോർട്ട് സ്റ്റോറിയുടെ അത്രയും ചെറുതുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചെറിയ ലൈനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, സെൻറ്റൻസ് ആണ്. It is only with the heart that one can see rightly what is essential is invisible to the eye. എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൃദയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ. അതെന്തായിരിക്കും കുട്ടികളെ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നമ്മളുടെ കണ്ണുകൊണ്ട് ചില കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. അവളുടെ ഉള്ളിൽ കൂടെ എന്താണ്, അല്ലെ അവൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ പുറമേ ചിരിച്ചുകൊണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഉള്ളിൽ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, വേറെ എന്തെങ്കിലുമൊക്കെ വേറെ ആരെങ്കിലുമായിട്ടുള്ള അല്ലെ അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ വലിയൊരാളാവുന്നത്. നമ്മുടെ ഹൃദയ വിശാലത അവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു യൂണിറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ 3 ലെസൺ ഉണ്ട്. ഒരു ഷോർട്ട് സ്റ്റോറി, പിന്നെ ഒരു സർവൈവൽ ടെസ്റ്റിമണി, പിന്നെ ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ് വരുന്നത്. അത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു പ്ലേയിലെ ഒരു മാർക്ക് ആൻ്റണിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഡ്രമാറ്റിക് സ്പീച്ചും കൂടിയാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്. അപ്പോൾ അതിനു മുമ്പ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് there is no sun without shadow. എന്ന് പറഞ്ഞാൽ എന്താണ്, നിഴലില്ലാതെ സൂര്യനില്ല. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദി നൈറ്റ്. രാത്രിയെ അറിയേണ്ടത് എങ്ങനെയാണ്, അത്യാവശ്യമാണ്. അപ്പം ആൽബർട്ട് ക്യാമു, അപ്പം അത് ആൽബർട്ട് ക്യാമസ് ക്യാമുസ് എന്ന് വായിക്കരുത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ആൽബർട്ട് ക്യാമു. സോ വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദി കോണ്ടെക്സ്റ്റ്? അതായത് സൂര്യൻ എന്നും നിഴൽ എന്നും ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദി നൈറ്റ് റെപ്രസെൻറ്റ്? നൈറ്റ് എന്താണ്, രാത്രി എന്തിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? അതായത് നല്ല സമയങ്ങളും മോശ സമയങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? യു മേ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പം നിങ്ങളിത് ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ്സുമായിട്ടും ഒരു പ്രതീക്ഷ, സന്തോഷം, പ്രതീക്ഷ, സക്സസ്, പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്നൊക്കെ നമുക്ക് സൂര്യനെ വിശദീകരിക്കാം. ഇനി ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ തോൽവിയുമൊക്കെ രാത്രിയുമായിട്ട് അല്ലെങ്കിൽ ഷാഡോയുമായിട്ട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. ഇനി നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ വേദന, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മളുടെ ഹാർഡ് ടൈംസ്, ഇതിനെയൊക്കെയാണ് രാത്രി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നോക്കിയേ, ഗുഡ് ടൈമും ബാഡ് ടൈമും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? ഗുഡ് ടൈമും ബാഡ് ടൈമും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? ബാഡ് ടൈംസിലാണ് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വരുന്നതും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതും. അതുപോലെ തന്നെ ഗുഡ് ടൈംസിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു, ഞാൻ അന്ന് സന്തോഷിച്ചില്ല, അതെൻ്റെ നല്ല കാലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ചീത്ത കാലം വരണ്ടേ? അപ്പം ഗുഡ് ടൈമും ബാഡ് ടൈമും തമ്മിൽ ബന്ധമില്ലേ? അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. Kindness and empathy are essential qualities in our world. എന്താണ്, ദയയും സഹാനുഭൂതിയും നമ്മുടെ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. These spread light and hope even in the darkest times. ഏറ്റവും ഇരുണ്ട സമയങ്ങളിലും ഇവ പ്രതീക്ഷയും സന്തോഷവും നമുക്ക് പകരുന്നു. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ദുർബലമായ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കരമായിട്ട് എപ്പോഴും എളുപ്പത്തിൽ നമുക്ക് മുറിവേൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ സമൂഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കും,
സമൂഹം എപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര കഴിവുള്ള ആൾക്കാരെയൊക്കെ എപ്പോഴും സമൂഹം അംഗീകരിക്കും. പക്ഷെ നമ്മളുടെ കണ്ണിൽ കൊള്ളരുതാത്തവരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ സമൂഹം മൊത്തത്തിലെ അവനെ അങ്ങ് മാറ്റി നിർത്തിയേക്കാം, അല്ലെ അവളെ അങ്ങ് മാറ്റി നിർത്തിയേക്കാം എന്ന് വിചാരിക്കും. We may not always realize that even small acts of compassion can have a significant impact on many lives. അതായത് നമ്മൾ എല്ലായ്പ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മളുടെ ചെറിയ ദയാപ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു കരുണ, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇനിയും എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസിനെ പരിചയപ്പെടണ്ടേ? So Gabriel Garcia Marquez 1927 to 2014 was a Colombian novelist. അപ്പോൾ എവിടെയാണ് ജനിച്ചത്? കൊളംബിയയിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി 20th century, 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനുമാണ്. He was awarded the Nobel Prize for Literature in 1982. 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. His notable works are Love in the Time of Cholera, No One Writes to the Colonel and 100 Years of Solitude. അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്. He is one of the best known Latin American writers of our time. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു നമ്മുടെ മാർക്വസ്. ഇനി നമുക്ക് മാജിക്കൽ റിയലിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസിനെ പറ്റി അറിയുമ്പോൾ തന്നെ മാജിക്കൽ റിയലിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് പഠിക്കുമ്പോൾ മാജിക്കൽ റിയലിസം അറിഞ്ഞിരിക്കുക എന്നുള്ളത്. മാജിക്കൽ റിയലിസം ഇസ് വൺ ഓഫ് ദി യുണീക് നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പ്രത്യേക കഥ പറച്ചിൽ ശൈലിയാണ്. എങ്ങനെയായിരിക്കും കഥ പറയുന്നത്? Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie, Angela Carter have contributed to this genre. അപ്പം ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസും സൽമാൻ റുഷ്ദിയും പിന്നെ ഏഞ്ചല കാർട്ടറും തുടങ്ങിയ നിരവധി എഴുത്തുകാർ ഈ സാഹിത്യ ശൈലിയെ വളർത്തിയിട്ടുണ്ട്. അപ്പം GENRE എന്നുള്ളത് വായിക്കുന്നത് ജോണർ എന്നാണ്. ജോണർ, ദാറ്റ് ഈസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. Works in the genre depict the real world with an undercurrent of magic or fantasy. അതായത് ഈ ശൈലിയിലുള്ള കഥകൾ യഥാർത്ഥ ജീവിതവും അത്ഭുതങ്ങളും മാന്ത്രിക സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് എഴുതി വെക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ കഥയിൽ കാണും, ഒപ്പം മാന്ത്രികപരമായിട്ടുള്ള ഒരു മജീഷ്യനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് റിയൽ ലൈഫിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു കൊതുക് വന്ന് നമ്മളോട് സംസാരിക്കുക, ശരിക്കും കൊതുക് ചെയ്യുമോ? അങ്ങനെ ഇല്ല. കൊതുകിന് പെട്ടെന്നൊരു കൊമ്പ് മുളയ്ക്കുക, അല്ലെങ്കിൽ ആനയുടെ വലിപ്പമുള്ള ഒരു കൊതുക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കഥകളിൽ കാണിക്കുന്നത് അത് മാജിക്കൽ റിയലിസത്തിൻ്റെ അണ്ടറിൽ വരും. അതായത് യാഥാർത്ഥ്യവും സാങ്കല്പികവും ചേർന്നിട്ട് കഥയെ മുന്നോട്ട് കൊണ്ടുപോകും. ലൈക്ക് ഫെയറി ടെയിൽസ്, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദി ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. അതായത് ഈ യക്ഷിക്കഥയില്ലേ, അതൊക്കെ പോലെ തന്നെ. അതായത് മാജിക്കൽ റിയലിസത്തിലുള്ള കഥകൾ യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള അതിർത്തി മങ്ങിയതാക്കുന്നു. അതായത് യഥാർത്ഥ സംഭവങ്ങളും കാണും ആ കഥയിൽ, എന്നാൽ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്തിട്ട് കുറേ കാര്യങ്ങളും കൂടെ ചേർത്ത് ഒരു പുതിയ കഥയാക്കി അതിനെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഒരു കഥയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ഏതെങ്കിലും ഒരു ഓൾഡ് മാൻ, വലിയ, ഇനോമസ് മീൻസ് ബിഗ്, വലിയ വിങ്സ് ഉള്ള ഓൾഡ് മാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന്മാർക്ക് ചിറക് വളരുമോ? ഇല്ല. പക്ഷേ ഈ കഥ ചിറകുള്ള ഒരു മനുഷ്യൻ, ഒരു പ്രായമായ മനുഷ്യൻ്റെ കഥ പറയുകയാണ്. കണ്ടില്ലേ? ഒരു പ്രായമായ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളതല്ലേ? എന്നാൽ ചിറകുള്ള പ്രായമായ മനുഷ്യനുണ്ടോ? ഇല്ല. അപ്പം റിയാലിറ്റിയും ഉണ്ട് അവിടെ, ഫാൻറ്റസിയും ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ജോണർ ഉണ്ടാവുന്നത്. The light was weak even at noon. എന്താണ്? ഉച്ച സമയമായിട്ടും വെളിച്ചം വളരെ കുറവായിരുന്നു. When Pelayo was coming back to the house, പെലായോ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ
It was hard for him to see what was moving and groaning in the rear of the courtyard. അതായത് വീട്ടുമുറ്റത്തിന്റെ പിന്നിൽ എന്തോ ഇളകുകയും ഞരങ്ങുകയും ചെയ്യുന്നത് അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്താണ് കണ്ടോ, വേർഡ് മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കോണേ. He had to go very close to see that it was an old man, a very old man. അപ്പോൾ എന്തോ കിടക്കുന്ന കണ്ടു, എന്തോ ഞെരുങ്ങുകയാണ്. അദ്ദേഹം നടന്നു വന്നപ്പോൾ അതെന്താണെന്നറിയാൻ അവൻ വളരെ അടുത്തേക്ക് ചെന്നു. ദി മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദി മഡ്. അപ്പോൾ ചെളിയിൽ മുഖം കുത്തിക്കിടക്കുന്ന ഒരു ഓൾഡ് മാനെ, ഒരു വയോധികനെ, ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ വയോധികനെയാണ് പെലായോ കണ്ടത്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദി മാൻ കുഡ് നോട്ട് ഗെറ്റ് അപ്പ്. അതായത് ആ പ്രായമായ മനുഷ്യൻ എഴുന്നേക്കാൻ വളരെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് വളരെ വലിയ ചിറകുകൾ കാരണം അതിന് കഴിഞ്ഞില്ല, എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. ഫ്രൈറ്റൻഡ് ബൈ ദി സൈറ്റ്, ആ കാഴ്ച കണ്ട് ഭയന്നു പോയ പെലായോ ran to get Elisenda, his wife. എന്നിട്ട് ഭാര്യയായ എലിസന്റയെ വിളിക്കാനായിട്ട് അദ്ദേഹം ഓടിപ്പോയി. She was putting compresses on their sick child. അപ്പോൾ രോഗബാധിതനായിരുന്ന അവരുടെ കുഞ്ഞിന്റെ നെറ്റിയിൽ ഈ തണുത്ത തുണിയാണ് കംപ്രസ് കേട്ടോ. അപ്പൊ തണുത്ത തുണി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? എലിസെന്റ. He took her to the rear of the courtyard. They both looked at the fallen body. അപ്പൊ പെലായോ ഭാര്യയായ എലിസന്റയെ വീട്ടുമുറ്റത്തിന്റെ പിന്നിലേക്ക് കൊണ്ടുപോയി. അവർ രണ്ടുപേരും താഴെ വീണ് കിടന്ന ആ മനുഷ്യനെ നോക്കി. The man was dressed like a rag picker. ആ മനുഷ്യന് കീറിയതും പഴകിയതുമായ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അതായത് ഈ പറയുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ധരിക്കുന്ന പോലത്തെ ഒരു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിന്റെ കഷണ്ടിയായ തലയിലെ കുറച്ച് നരച്ച മുടിയും വായിൽ വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. His pitiful condition seemed that of a drenched great grandfather. അതായത് മഴയിൽ നനഞ്ഞ അവശനായ ഒരു മുത്തച്ഛനെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ. This took away any sense of grandeur he might have had. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാമായിരുന്ന ഗാംഭീര്യവും മഹത്വവും എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് തോന്നി. His huge buzzard wings, dirty and half plugged, were entangled in the mud. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ കഴുകന്റെ ചിറകുകൾ അഴുക്ക് പിടിച്ചതും പല തൂവലുകളും കൊഴിഞ്ഞു പോയതുമായിരുന്നു. അവ ചെളിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയായിരുന്നു. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. അപ്പോൾ പെലായോയും എലിസന്റയും അദ്ദേഹത്തെ വളരെ നേരവും ശ്രദ്ധയോടെ ഇങ്ങനെ നോക്കുകയാണേ. In the end they found him familiar. അപ്പോൾ അല്പസമയത്തിനകം അവരുടെ ആശ്ചര്യവും ഭയവും ഒക്കെ അങ്ങ് മാറി. Then they dared speak to him. അപ്പോൾ ഒടുവിൽ അവരോട് ഈ ഓൾഡ് മാനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്, ധൈര്യപ്പെട്ടു. He answered in an incomprehensible dialect with a strong sailor's voice. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓൾഡ് മാൻ റിപ്ലൈ കൊടുത്തത്? അദ്ദേഹത്തിന്റെ ഭാഷ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്, അതായത് മനസ്സിലാകാൻ കഴിയാത്തൊരു ഭാഷയിലായിരുന്നു ഒരു നാവികന്റെ ഒരു ശബ്ദത്തിലൊക്കെ ആര് സംസാരിച്ചു? ഈ ഓൾഡ് മാന് സംസാരിച്ചു. അത് അവർക്ക് മനസ്സിലായോ? അവർക്ക് തീരെ മനസ്സിലായതും ഇല്ല. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. ഇപ്പോൾ കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ അപകടത്തിൽപ്പെട്ട് കരയിലെത്തിയ ആളുകളെ പറയുന്നതാണ് കാസ്റ്റവേ. അപ്പോൾ കൊടുങ്കാറ്റിൽ ഒരു വിദേശ കപ്പൽ തകർന്നതിനെ തുടർന്ന് രക്ഷപ്പെട്ട് കരയിലെത്തിയ ഒരു ഏകാഗിയായ മനുഷ്യനാണെന്ന് അവർ ആദ്യം കരുതി. Then they called in a neighbor woman to see him. അപ്പം അവർ അയൽവീട്ടിലെ ഒരു വയോധിക, ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കാണിച്ചു. All she needed was one look to show them their mistake. അപ്പോൾ ഒരു നോട്ടം മാത്രം നോക്കിയതോടെ ആ അയൽവക്കക്കാരി എന്ത് പറഞ്ഞു? അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് പറയാണ്, He's an angel, she told them. ഇയാൾ ഒരു മാലാഖയാണെന്ന് അവർ പറഞ്ഞു. He must have been coming for the child, but the poor fellow is so old that the rain
knocked him down. അപ്പം നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞു എലിസൻ്റെ എന്ത് ചെയ്യായിരുന്നു, കുട്ടിയുടെ തലയിൽ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് വയ്യ. അപ്പം ഈ അയൽവക്കക്കാരിയായ സ്ത്രീ പറയാണ്, കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കണം അദ്ദേഹം വന്നത്, പക്ഷേ പാവം വളരെ വയസ്സായതിനാൽ മഴയിൽ തളർന്ന് താഴെ വീണു പോയതാണെന്നാണ് പറയുന്നത്. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. അപ്പോൾ അടുത്ത ദിവസം തന്നെ പെലായുടെ വീട്ടിൽ യഥാർത്ഥ മാംസവും രക്തവും ഒക്കെയുള്ള ഒരു മാലാഖയെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്ത എന്ത് ചെയ്തു, എല്ലാവരും അങ്ങ് അറിഞ്ഞു. Pelaya watched over him all afternoon from the kitchen, armed with his bailiff's club. അപ്പോൾ എന്താണ്, പെലായ ഉച്ചതിരിഞ്ഞ് മുഴുവൻ അടുക്കളയിൽ നിന്നൊരു വടി, അതായത് ബെയിലിഫ് ക്ലബ്, അതായത് കോടതി ഉദ്യോഗസ്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാവലിരിക്കുകയാണ്. Before going to bed, he dragged him out of the mud and locked him with the hens in the chicken coop. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പെലായ എന്ത് ചെയ്തു, ചെളിയിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചഴിച്ച് പുറത്തിട്ടു. ശേഷം കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടു. കാരണം പെലായക്ക് ഇനിയും കിടക്കണ്ടേ. പെലായ എന്ത് പരിപാടിയാണ് കാണിച്ചത്, കൊണ്ട് കോഴിക്കൂട്ടിലോട്ട് പൂട്ടിയിട്ടു. A short time after, the child woke up without a fever and with a desire to eat. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അവരുടെ കുഞ്ഞ് പനിയില്ലാതെ ഉണർന്നു, അവന് വിശപ്പും തോന്നി. Then they felt magnanimous. അപ്പോൾ പെലായക്കും എലിസന്റെക്കും എന്തുവാ, ഒരു കരുണയൊക്കെ തോന്നി, ഒരു ഉദാര മനസ്കരൊക്കെ ആകാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങുകയാണ്. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പം 3 ദിവസത്തേക്ക് മതിയാവുന്ന കുടിവെള്ളവും ഭക്ഷണവും, ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടമാണേ, ചങ്ങാടത്തിൽ വെച്ച് മാലാഖയെ കടലിലേക്ക് വിട്ടയക്കാമെന്ന് അവർ തീരുമാനിച്ചു. അതായത് കുഞ്ഞിൻ്റെ അസുഖമൊക്കെ മാറിയല്ലോ, പിന്നെ അദ്ദേഹത്തിൻ്റെ വിധി എന്തായാലും അതനുസരിച്ച് സംഭവിക്കട്ടെ എന്നവർ ഇങ്ങനെ വിചാരിക്കുകയാണേ. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അപ്പോൾ എന്താ സംഭവിച്ചേ, എന്നാൽ പിറ്റേന്ന് പുലർച്ചെ അവർ മുറ്റത്തിറങ്ങിയപ്പോൾ കോഴിക്കൂടിന് മുന്നിൽ അയൽപക്കത്തെ എല്ലാവരും കൂടി മാലാഖയെ കണ്ട് രസിക്കുന്നതായിട്ട് എന്ത് ചെയ്തു, അവർ കണ്ടു. The visitors were tossing him things to eat through the openings in the coop. It was as if he weren't a supernatural creature but a circus animal. അപ്പോൾ കോഴിക്കൂട്ടിലെ വിടവുകളിലൂടെ ആൾക്കാരൊക്കെ ഈ ഒരു ജീവിയെ കാണുന്ന പോലെ കണ്ടിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ എറിഞ്ഞു കൊടുത്തു. അവർ അദ്ദേഹത്തെ ഒരു അത്ഭുത ജീവിയായി കാണാതെ സർക്കസിലെ ഒരു മൃഗത്തെ പോലെ അങ്ങ് പെരുമാറാനും തുടങ്ങി. എന്ത് മോശമല്ലേ. The news of the captive angel spread with great rapidity. അപ്പോൾ പിടിച്ചു വെച്ചിരുന്ന മാലാഖയെക്കുറിച്ചുള്ള വാർത്ത വളരെ വേഗത്തിൽ എല്ലായിടത്തും അങ്ങോട്ട് പടർന്നു. After a few hours, the courtyard had the bustle of a marketplace. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ അവരുടെ മുറ്റം എന്തായി, ഒരു ചന്ത പോലെ അങ്ങ് തിരക്കുള്ളതായിട്ട് മാറി. The couple had to call in troops to disperse the mob. അപ്പം ആളുകളുടെ വലിയ തിരക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് പോലീസിനെയൊക്കെ വിളിക്കേണ്ടതായിട്ട് വരികയാണ്. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നുകയാണ്, മുറ്റത്തിന് ചുറ്റും വേലി കെട്ടിട്ട് മാലാഖയെ കാണാൻ വരുന്ന ഓരോരുത്തരിൽ നിന്ന് 5 സെൻറ്റ്, അതായത് പൈസ 5 സെൻറ്റ് മണി പണം വാങ്ങിയിട്ട് പ്രവേശന ഫീസായിട്ട് നമുക്ക് ഈടാക്കാവുന്നവരങ്ങ് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അവരതിനെ ഒരു ബിസിനസ് ആക്കാൻ പോവാണ്. എന്താല്ലേ, ഒരു പാവം പിടിച്ച മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. The curious came from far away. ഇപ്പോൾ ക്യൂരിയസ് ആയിട്ടുള്ള ഭയങ്കര കൗതുകമുള്ള ആളുകൾ ദൂരെ നിന്നൊക്കെ വന്നെത്താൻ തുടങ്ങി. The most unfortunate invalids on earth came in search of help. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഈ ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നവർ, രോഗികളും ഒക്കെ രോഗശാന്തി നേടാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. കാരണം മാലാഖയാന്നൊക്കെ ഫേക്ക് ന്യൂസ് ഒക്കെ പടർന്നായിരുന്നല്ലോ. Pelayo and Elisenda were happy with fatigue. In less than a week, they had crammed their rooms with money. അപ്പോൾ എന്തായി, പെലായോയും എലിസന്റെയും ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും, അവർക്ക് ക്ഷീണമുണ്ട്, ആൾക്കാരൊക്കെ വരുമല്ലേ, ഫറ്റീഗ്, ക്ഷീണം, പക്ഷെ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ മുറികളെല്ലാം പണം കൊണ്ട് നിറഞ്ഞു. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓൾഡ് മാനെ കാണാനായിട്ട് വരുവാണ്. Still the line of pilgrims waiting their turn to enter reached beyond the horizon. അപ്പം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പണമെല്ലാം ആയിക്കഴിഞ്ഞ് എന്നിട്ടും മാലാഖയെ കാണാൻ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ കണ്ണെത്താ ദൂരം, അതായത് അങ്ങ് ദൂരെ വരെ നോക്കിയാലും അങ്ങ്
വരെ ക്യൂ ആ. അതുപോലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുകയാണ്, ഈ ഓൾഡ് മാനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. The angel was only one who took no part in his own act. അപ്പം മാലാഖ മാത്രം എന്ത് ചെയ്തു, തൻ്റെ ചുറ്റും നടക്കുന്ന ഈ കാഴ്ചകളിൽ ഒന്നും പങ്കെടുത്തില്ല. ബാക്കി എല്ലാവരും ഭയങ്കര ബഹളമാണ്. He spent his time trying to get comfortable in his borrowed nest. അപ്പം തനിക്ക് പരിചയമില്ലാത്ത ആ കോഴിക്കൂട്ടിൽ എങ്ങനെയെങ്കിലും സുഖമായി കഴിയാൻ അദ്ദേഹം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. At first he tried to make him eat some mothballs. അപ്പം എന്താണ്, ആദ്യം ആളുകൾ അദ്ദേഹത്തെ മോത്ത് ബോൾസ് കഴിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പം ഈ പാറ്റ ഗുളിക, പല്ലി ഗുളികയൊക്കെ ഇല്ല, അങ്ങനത്തെ ബോൾസിനാണ് മോത്ത് ബോൾ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ബട്ട് ഹി നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. അപ്പം അദ്ദേഹം എന്ത് മാത്രമേ കഴിച്ചുള്ളൂ, വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു കഞ്ഞി പോലത്തെ ഒരു ഫുഡ് ഐറ്റം മാത്രമാണ് ആ ഓൾഡ് മാൻ കഴിച്ചത്. His only supernatural virtue seemed to be patience. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഗുണമാണ്, ഒരു അത്ഭുത ഗുണമായിരുന്നു പേഷ്യൻസ്, അതായത് ക്ഷമ. He was quite patient when the hens pecked at him. അപ്പം ചിറകുകളിലെ ഈ ചെള്ളിനെയൊക്കെ കോഴികൾ കൊത്തിപ്പറിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ഷമയോടെ അതിനെയൊക്കെ സഹിച്ചു. Searching for the parasites of his wings. He was patient again when the cripples pulled out his feathers to touch their limbs with. അപ്പം എന്താണ്, വികലാംഗർ അവരുടെ രോഗബാധിതമായ കാലുകളിൽ തൊടാനായിട്ട് അദ്ദേഹത്തിൻ്റെ തൂവലുകൾ പറിച്ചെടുത്തപ്പോഴും അദ്ദേഹം ക്ഷമിച്ചു. അപ്പോൾ ആൾക്കാർ ഈ പറയുന്ന സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഒക്കെ കാരണം ഇതെന്തോ ഏഞ്ചലാന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ചിറകൊക്കെ ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കുക. അപ്പോഴും നമ്മളുടെ പാപം പിടിച്ച മനുഷ്യൻ സഹിച്ചു. He remained patient when even the most merciful threw stones at him. അപ്പം ഏറ്റവും കരുണയുള്ള ആൾക്കാർ പോലും അവിടെ വന്നിട്ട് കല്ലെറിഞ്ഞു. അപ്പോൾ ഏറ്റവും മോസ്റ്റ് മേഴ്സിഫുൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവിടെ പുരോഹിതന്മാരും ഒക്കെ വന്നിട്ടുണ്ടാവും. അവരൊക്കെ വന്ന് കണ്ടിട്ട് അവരും എന്ത് ചെയ്തു, ഇത് തന്നെ ചെയ്തു. After all, they were only trying to get him to rise so that they could see him standing. അപ്പം അവസാനം അവരുടെ ആഗ്രഹം എന്തായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഓൾഡ് മാനെ എഴുന്നേപ്പിച്ച് നിൽപ്പിക്കണം. അതായത് അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഉടനെ അവരത് ചെയ്യാൻ തുടങ്ങി. It so happened that during those days there arrived in the town a traveling show. അപ്പോൾ പിന്നെ ഒരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ആ കാലത്ത് ആ പട്ടണത്തിൽ ഒരു സഞ്ചരിക്കുന്ന പ്രദർശന സംഘം, ഒരു ട്രാവലിംഗ് ഷോ വന്നു. അപ്പോൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോയിട്ട് പ്രദർശനം നടത്തുന്ന ആൾക്കാർ വരികയാണ്. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. അപ്പോൾ എന്താണ്, അതിലെ ഏറ്റവും വലിയ ആകർഷണം, അതായത് ഇടിമിന്നലേറ്റ് ചിലന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇടിമിന്നലും ഒക്കെ ഏറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, അവിടെയും പുതിയൊരു ഫാൻറ്റസി എലമെൻറ്റ് വന്നു കണ്ടോ. റിയൽ ലൈഫിൽ അങ്ങനെ നടക്കുമോ, ആരെങ്കിലും ചിലന്തിയായി പോവില്ല. അപ്പം അതാണ് മാജിക്കൽ റിയലിസം, ഞാൻ ആദ്യം പറഞ്ഞത്, അത് ഓർത്തോണേ. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദി ഫീ ടു സീ ദി ഏഞ്ചൽ. അപ്പോൾ അവളെ കാണാനായിട്ട് എത്തുന്ന ആൾക്കാരിൽ നിന്ന് ആ ട്രാവലിംഗ് ഷോക്കാർ കുറച്ച് പൈസയെ മേടിച്ചുള്ളൂ. അതായത് ഈ ഓൾഡ് മാനെ കാണാൻ എടുക്കുന്ന പൈസയെക്കാട്ടിലും കുറവ് പൈസ മതിയായിരുന്നു ആ പെൺകുട്ടിയെ കാണാനായിട്ട്. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ. അപ്പോൾ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് ഓടിപ്പോയി, കാരണം പൈസ കുറവല്ലേ. they were also permitted to ask her all manner of questions about her upset state. അപ്പം അത് മാത്രമല്ല, അവളുടെ വിചിത്രമായ അവസ്ഥയെക്കുറിച്ച് ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഏത് ചോദ്യവും ചോദിക്കാനും അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരെങ്ങാനും ഓൾഡ് മാനെ കാണാൻ പിന്നെ നിൽക്കുമോ? അവരൊക്കെ എന്ത് ചെയ്തു, ഓടിപ്പോകാൻ തുടങ്ങി. The owners of the house had no reason to lament. അപ്പോൾ ഓണേഴ്സ് ഓഫ് ദി ഹൗസ്, അതായത് ഈ വീടിൻ്റെ ഓണർ ആരൊക്കെയാണ്, പെലായ്ക്കും എലിസൻ്റായിക്കും വിഷമമൊന്നും വന്നില്ല. With the money they saved, they built a 2-story mansion with balconies and gardens. അപ്പോൾ എന്താണ്, അവർ സമ്പാദിച്ച പണം കൊണ്ട് ബാൽക്കണികളും പൂന്തോട്ടമുള്ള 2 നില മാളികയൊക്കെ അവരങ്ങ് പണിതു, കാശുകാരായി. It also had high netting so that crab wouldn't get in during the winter and iron bars on the windows so that angels wouldn't get in. അപ്പം തണുപ്പുള്ള ശൈത്യകാലത്ത് ഞണ്ടുകൾ വീട്ടിലേക്ക് കയറാതിരിക്കാൻ ഉയരമുള്ള വലയും മാലാഖമാരകത്ത് കടക്കാതിരിക്കാൻ ജനലുകളിൽ ഇരുമ്പ് കമ്പികളും ഒക്കെ അവരങ്ങ് സ്ഥാപിച്ചു. Pelaya also set up a rabbit warren and gave up his job as a bailiff for good. അപ്പം പെലായ ഒരു മുയൽ വളർത്തൽ കേന്ദ്രം അങ്ങോട്ട് ആരംഭിച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ബെയിലിഫ്, അതായത് കാവൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള ജോലിയും അദ്ദേഹം എന്നേക്കുമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു. എലിസൻറ്റ bought some satin pumps with high heels and many dresses of iridescent silk.
അപ്പോൾ എലിസൻ്റെ ഇനിയിപ്പം പൊങ്ങച്ച കാണിക്കാൻ പോവാണേ. എലിസൻ്റെ ഉയർന്ന, അതായത് ഹീൽസ് ഒക്കെയുള്ള സാറ്റിൻ ചെരുപ്പുകൾ മേടിച്ചു. തിളങ്ങുന്ന പട്ടുകൊണ്ടുള്ള നിരവധി മനോഹര വസ്ത്രങ്ങൾ വാങ്ങി. The chicken coop was the only thing that didn't receive any attention. എന്നാൽ ആരും ശ്രദ്ധിക്കാതെ കടന്നൊരു കാര്യമാണ് ഇപ്പോൾ ആ കോഴിക്കോട്. The dung heap stench from the coop was turning the new house into an old one. അപ്പോൾ കോഴിക്കൂട്ടിൽ നിന്നുള്ള ആ കോഴിവളത്തിൻ്റെ ആ കാഷ്ടത്തിൻ്റെയൊക്കെ ദുർഗന്ധം പുതിയ വീട് പോലും പഴയതാക്കി മാറ്റുകയായിരുന്നു. അവർ പുതിയ വീടൊക്കെ പണിതില്ലേ, കോഴിക്കോട് ശ്രദ്ധിക്കാതായിട്ട് ആ കോഴിക്കോടിൻ്റെ മോശം അവസ്ഥ ആ വീടിനെ ബാധിക്കാനായിട്ട് തുടങ്ങി. At first, when the child learned to walk, they were careful that he did not get too close to the coop. അതായത് ആദ്യം കുഞ്ഞ് നടക്കാൻ പഠിച്ചപ്പോൾ, അവരുടെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് നടക്കാൻ പഠിച്ചപ്പോൾ അവൻ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് പെലായയും എലിസൻ്റെയും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. But then they began to lose their fears and got used to the smell. പിന്നീട് അവർ ഭയം പതിക്കെ അങ്ങ് മാറി. എന്നിട്ട് കോഴിക്കൂട്ടിൽ നിന്നുള്ള ദുർഗന്ധം അവർക്കങ്ങ് പരിചിതമായി. അവരെന്നും എന്നും അത് സ്മെല്ല് ചെയ്ത് അവർക്കതങ്ങ് ഓക്കെ ആയി. ബിഫോർ ദി ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, he had gone inside the chicken coop to play as the wires were falling apart. അപ്പോൾ കുഞ്ഞിന് 2 പല്ലുകൾ വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോടിൻ്റെ കമ്പിവേലി പഴകി പൊളിഞ്ഞതിനാൽ അവൻ അതിനകത്ത് കയറി കളിക്കാനായിട്ട് തുടങ്ങി ആ കുഞ്ഞ്. They both came down with the chicken pox at the same time. അപ്പോൾ എന്താ സംഭവിച്ചത്? അന്നേരം കുഞ്ഞിനും മാലാഖയ്ക്കും ഒരേ സമയം ചിക്കൻ പോക്സ് എന്താ, വസൂരി അല്ലേ, ഈ അസുഖവും അവർക്കങ്ങ് പിടിച്ചു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ മാലാഖയുടെ ഹൃദയമിടിപ്പ് കേൾക്കാനുള്ള ആകാംക്ഷ അടക്കാനായില്ല. He found so much whistling in the heart and so many sounds in the kidneys. അപ്പം അദ്ദേഹം മാലാഖയുടെ ഹൃദയത്തിൽ ഒരുപാട് ചൂളം വിളിക്കുന്ന പോലുള്ള ശബ്ദങ്ങളും വൃക്കകളിൽ പലതരം ശബ്ദങ്ങളും ഒക്കെ കേട്ടു. What surprised him most, however, was the logic of his wings. എന്നാൽ ഡോക്ടറെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മാലാഖയുടെ ചിറകുകളുടെ ആ ഒരു യുക്തിസഹമായ ഘടനയായിരുന്നു. ഡോക്ടറിന് ഈ ചിറക് കണ്ടിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി പോവാണ്. They seemed so natural on that completely human organism. അപ്പം ആ ചിറകുകൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും മനുഷ്യനെ പോലുള്ള ശരീരത്തോട് വളരെ സ്വാഭാവികമായി ചേർന്നിരിക്കുന്നതായിട്ട് തോന്നി. ബാക്കിയെല്ലാം മനുഷ്യനെ പോലെ, ഈ ചിറകുകൾ ഒരു മനുഷ്യന് റിയലായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ അങ്ങ് ഇരിക്കുന്നെന്ന് ഡോക്ടർ ചിന്തിക്കുകയാണേ. He could not understand why other people did not have them too. അതായത് അപ്പോൾ ഡോക്ടർ ചിന്തിക്കുകയാണ്, മറ്റുള്ള മനുഷ്യർക്കും ഇങ്ങനെ ചിറകുകൾ ഇല്ലാത്ത എന്തുകൊണ്ടാണ്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഈ മനസ്സിൽ നമ്മുടെ ഈ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ്. When the child began to school, the sun and rain had caused the collapse of the chicken coop. അപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും വെയിലും മഴയും കാരണം കോഴിക്കോട് തകർന്നങ്ങ് വീണു. The angel went dragging himself about here and there like a stray dying man. അപ്പോൾ എന്താണ്, മാലാഖ വഴി തെറ്റിയ മരിക്കാൻ പോകുന്ന ഒരു വൃദ്ധനെ പോലെ ഇഴഞ്ഞു നടന്ന് അവിടെ ഇവിടെയും അലഞ്ഞു. He seemed to be in so many places at the same time. ഒരേ സമയം പല സ്ഥലങ്ങളിലും അദ്ദേഹം ഉണ്ടെന്നതുപോലെയാണ് തോന്നിയത്. അതുപോലെ അങ്ങ് ഇഴഞ്ഞു നടക്കാനായിട്ട് തുടങ്ങി. He could scarcely eat and his eyes had also become so foggy that he went about bumping into posts. അപ്പോൾ അദ്ദേഹത്തിന് ശരിയായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കണ്ണുകൾ എങ്ങനെയായിരുന്നു, മങ്ങിപ്പോയതിനാൽ നടക്കുമ്പോൾ തൂണുകളിലും മറ്റും ഇടിച്ചു വീഴുകയും ചെയ്തു. പെലായ threw a blanket over him and let him sleep in the shed. അപ്പം പെലായ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു പുതപ്പ് കൊടുത്തു, അതായത് ഒരു ഷെഡിൽ കിടന്നുറങ്ങാനായിട്ടും ഒക്കെ അനുവദിച്ചു. Only then did they notice that he had a temperature at night. അപ്പോഴാണ് രാത്രിയിൽ നമ്മുടെ ഓൾഡ് മാന് പനിയുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചത്. They became alarmed for they thought he was going to die. അപ്പം അവർ മരിച്ചു പോകുമോ, നമ്മുടെ ഓൾഡ് മാൻ മരിച്ചു പോകുമോ എന്ന് അവർക്കൊരു ടെൻഷനായി. ആൻഡ് യെറ്റ് ഹി നോട്ട് only survived his worst winter but seemed improved with the first sunny days. എന്നാൽ ഏറ്റവും കഠിനമായ ശൈത്യകാലം അദ്ദേഹത്തെ അതിജീവിച്ചു. മാത്രമല്ല ആദ്യത്തെ സൂര്യപ്രകാശമുള്ള ദിവസങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി തോന്നി. അപ്പം പിന്നീട് അദ്ദേഹം ഓക്കെ ആയിട്ട് വരുവാണ്. He remained motionless for several days in the farthest corner of the courtyard. അപ്പം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മുറ്റത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു മൂലയിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്.
At the beginning of December, some large stiff feathers began to grow in his wings. അപ്പോൾ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ചിറകുകളിൽ വലുതും കട്ടിയുള്ളതുമായിട്ടുള്ള പുതിയ തൂവലുകൾ മുളച്ചു വരാനായിട്ട് തുടങ്ങുകയാണ്. They looked like the feathers of a scarecrow. അപ്പോൾ അവ ഈ വയലുകളിലെ ഈ കോലക്കൂട്ടത്തിലെ തൂവലുകളെ പോലെ ആ പടത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരുപാട് വളരാനായിട്ട് തുടങ്ങി. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. അപ്പോൾ ഒരു ദിവസം രാവിലെ എലിസെൻഡ ഉച്ചഭക്ഷണത്തിനായിട്ട് ഉള്ളിക്കെട്ടുകൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. Then she went to the window and found the angel in his first attempts at flight. അപ്പോൾ ഒരു ശക്തമായ കാറ്റ് അടുക്കളയിലേക്ക് വീശിക്കേറി. അപ്പം അവൾ ജനാലയിലൂടെ നോക്കിയപ്പോൾ മാലാക ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവൾ കാണുകയാണ്. These were so clumsy that he was on the point of knocking the shed down as he could not get a grip on the air. അപ്പോൾ ആ ശ്രമങ്ങൾ വളരെ വിചിത്രവും ശ്രദ്ധ അർഹിക്കുന്നതുമായിരുന്നു. അപ്പോൾ ശരിയായി വായുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനാൽ പറക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം ഷെഡ് തകർത്ത് കളയുമെന്ന അവസ്ഥ വരെയും ആയിപ്പോയി. ആർക്ക്? ഇത് കണ്ടോണ്ട് നിൽക്കുന്ന എലിസെൻഡയ്ക്ക്. But then he did manage to gain altitude. Elisenda let out a sigh of relief for herself and for him when she watched him pass over the last houses. He was holding himself up in some way with the risky flapping of a senile vulture. അപ്പം ശരിയായിട്ട് ഈ വായിൽ പിടിച്ചു നിർത്താൻ ഇങ്ങനെ പറന്ന് നടക്കാൻ അദ്ദേഹത്തിന് ആദ്യം കഴിയുന്നില്ലായിരുന്നല്ലോ. എന്നാൽ ഒടുവിൽ അദ്ദേഹം വായുവിലേക്ക് ഉയരാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. അദ്ദേഹം അവസാനത്തെ വീടിൻ്റെ മുകളിൽ കൂടെ പറന്നു പോകുന്നത് കണ്ടപ്പോൾ എലിസെൻഡയ്ക്ക് ഒരു വലിയ ആശ്വാസം കിട്ടി. വളരെ പ്രായമായ ഒരു കഴുകൻ അപകടകരമായി ചിറകടിച്ചുകൊണ്ട് പറക്കുന്നത് പോലെ അദ്ദേഹം എങ്ങനെയോ സ്വയം വായുവിൽ നിലനിർത്തി മുന്നോട്ട് പോകുന്നതായിട്ട് എലിസെൻഡയ്ക്ക് തോന്നുകയാണ്. She kept watching him even when she was through cutting the onions. She kept on watching until it was no longer possible for her to see him. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. അപ്പോൾ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞ ശേഷവും എലിസെൻഡ മാലാഖയെ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തെ ഇനി കാണാൻ കഴിയാത്തതുവരെ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറന്നു പോവാണ്. അപ്പോൾ അവസാനം ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് കാണാതാവുമല്ലോ, ആകാശത്ത് മറയുമല്ലോ, അതുവരെയും നമ്മുടെ എലിസെൻഡ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം അവളുടെ ജീവിതത്തിലെ ഒരു ശല്യമല്ലായിരുന്നു. അപ്പം ഇത്രയും കാലം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പറന്നു പോയല്ലോ. അപ്പം പകരം കടലിൻ്റെ ചക്രവാളത്തിൽ കാണുന്ന ഒരു സങ്കല്പത്തിലെ ചെറിയ പൊട്ട് പോലെ അദ്ദേഹം മാറി. അതായത് ഒരുപാട് പറന്ന് അങ്ങ് അകലെ പോകുമ്പോൾ ഒരു ചെറിയ പൊട്ടിൻ്റെ അത്രയല്ലേ നമുക്ക് കാണാൻ പറ്റൂ, അതുപോലെ ആയി എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കഥ നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർത്ഥങ്ങൾ നോക്കി പഠിക്കണം, ലൈൻ ബൈ ലൈൻ മീനിങ് മനസ്സിലാക്കണം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ. താങ്ക് യു.